നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ തായ്ലൻഡ് റോഡ് ട്രിപ്പ് 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ചിയാങ് റായ് എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് പോകുന്നത് ചിയാങ് റായുടെ അങ്ങേ അറ്റത്ത് ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ഉണ്ട്. 3 രാജ്യങ്ങൾ ഒന്നുചേരുന്ന, അതായത് മ്യാൻമാർ, ലാവോസ്, തായ്ലൻഡ് 3 രാജ്യങ്ങൾ ഒന്നുചേരുന്ന ഗോൾഡൻ ട്രയാങ്കിളിൽ പോകുന്നു. അവിടുന്ന് പിന്നെ ഒരു അതിമനോഹരമായ ഒരു വൈറ്റ് ടെമ്പിൾ ഉണ്ട്, അത് കാണുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് നമ്മൾ വളരെ ലേറ്റായിട്ട് 11 മണിക്കാണ് ഇറങ്ങിയത്, കാരണം വലിയ ദൂരമൊന്നും നമ്മൾ ഓടുന്നില്ല. തുടങ്ങല്ലേ? നമുക്ക് ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്ത് ഒന്ന് തുടങ്ങാമെന്ന് വെച്ചു. കാരണം രാവിലെ കുറച്ച് ലാവിഷായ സമയം കിട്ടിയതുകൊണ്ട് തിരക്കൊന്നുമില്ല, പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും കയറല്ലേ വണ്ടിയിൽ അല്ലേ? ഓക്കെ, കയറിക്കോ, പോയേക്കാം. ഫ്ലാഗ് ഓഫ്. നമ്മുടെ 3 വണ്ടികൾ ലൈനപ്പ് ചെയ്തു, ഇനിയും വരാനുണ്ട്. ആരാ ഫ്ലാഗ് ഓഫ്? മുരളി ഫ്ലാഗ് ഓഫ് ചെയ്തോ? ഫ്ലാഗ് ഓഫ് ചെയ്യാം. ഓക്കെ, സി യു. സൂക്ഷിച്ചൊക്കെ മര്യാദക്കൊക്കെ ഓടിക്കണേ, ചെറുപ്പക്കാരാ. ഓക്കെ. ഇതിൽ മുഴുവൻ ചെറുപ്പക്കാരാണ്, എല്ലാം ചെറുപ്പക്കാരാണ്. ബൈ ബൈ. തൃശ്ശൂർ എന്താ ജോലി എന്നാ പറഞ്ഞത്? തൃശ്ശൂർ എന്താ ജോലി ആണോ? ഞാൻ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് വിളിച്ചു പറയുന്ന ജോലി വല്ല ആണോന്ന് ചോദിച്ചോ അല്ലേ? പിന്നെ ഫ്ലാഗില്ലല്ലേ? കേൾക്കും, കുഴപ്പമില്ല അത്. അപ്പോൾ ഫ്ലാഗ് ഓഫ് ഇല്ലാതെ 6ാമത്തെ വണ്ടി പോവുകയാണ്. സിയോ. അപ്പോൾ നമ്മൾ ചിയാങ് റായ് നഗരത്തിലൂടെ പോകുമ്പോൾ മനോഹരമായ ഒരു അമ്പലം കാണുന്നു, ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ഇത്തിരി പുതിയതാണെന്ന് തോന്നുന്നു, അത് ഇനി പുതുക്കിയതാണോ എന്ന് അറിഞ്ഞൂടാ, എന്തായാലും രസമുണ്ട്. ഇന്നലെ നമ്മുടെ കൂടെയുള്ള ഒരാൾ നമ്മളൊരു ടോയ്ലറ്റിൽ നിർത്തിയതാണ്, ഒരു പെട്രോൾ പമ്പിൽ. അവിടേക്ക് നടക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കൊണ്ട് ആകെ തകർന്നു പോയി. കണ്ടത് നമ്മുടെ യുഎസിൽ നിന്ന് സ്റ്റാൻലിയാണ്. എന്താ സംഭവിച്ചാൽ 2 ബുദ്ധിസ്റ്റ് മങ്സ്, ബുദ്ധ ഭിക്ഷുക്കളോ എന്ന് പറയണ്ടേ, അവർ 2 പേര് ആ മൂല മാറി നിന്ന് സിഗരറ്റ് വലിക്കുന്നു. 2 പേരും ചെറുപ്പക്കാരാണ്. ആകെ തകർന്നു പോയി സ്റ്റാൻലി. അങ്ങനെ ബുദ്ധിസ്റ്റ് മങ്സിനോടുള്ള എല്ലാ ബഹുമാനവും പോയി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എൻ്റെ അറിവ് ശരിയാണ്, ഇവിടുത്തെ ബുദ്ധിസ്റ്റ് മങ്സ് അത്യാവശ്യം ലാവിഷായ ജീവിതമാണ്. അവർ സിഗരറ്റൊക്കെ വലിക്കും, നോൺ വെജൊക്കെ കഴിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്നാലും ഇവർക്ക് സൊസൈറ്റിയിൽ ഭയങ്കര ഹൈ പൊസിഷനാണെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ നമുക്കിനി 1 hour 3 minutes കൂടെ നമുക്ക് പോകാനുണ്ട് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക്. അതാണ് ഗോൾഡൻ ട്രയാങ്കിൾ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ഒരു വൈറ്റ് ടെമ്പിളിലേക്കാണ്. അപ്പോൾ ഇനി 1 hour 3 minutes 68 kilometers. ഈവൻ ടൗണിൽ പോലും നമുക്ക് കണ്ടില്ലേ 80-100 പോകാൻ പറ്റും. അത്രയും സ്മൂത്താണ് ട്രാഫിക് എന്ന് പറയുന്നത്. അത്രയും സ്മൂത്ത് റോഡും അത്രയും സ്മൂത്ത് ട്രാഫിക്കും. ഇവിടെ 120 വരെ സ്പീഡുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലത്ത് 100 കാണിച്ചിരിക്കുന്നത്. 120 നല്ല ഹൈവേകൾ എത്തുമ്പോഴായിരിക്കും. ഇതിപ്പോൾ ടൗൺ വിട്ടിട്ടില്ല എന്ന് തന്നെ പറയാം, ടൗണിനുള്ളിലാണ് ഈ പോകുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഞായറാഴ്ച രാത്രിയിൽ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആലുവ വഴി കാക്കനാടേക്കൊരു പോക്കുണ്ട്. അപ്പോഴാണ് നമ്മുടെ എന്താ പറയണ്ടേ, ക്ഷമയും പരീക്ഷിക്കുന്ന റോഡും ട്രാഫിക്കും വരുന്നത്. ഇവിടെയൊക്കെ ഓടിക്കുന്ന നമുക്കൊരു സന്തോഷവും ആനന്ദവും ഒക്കെ ആണെങ്കിൽ അവിടെ എത്തുമ്പോൾ അതൊരു കഠിനമായ ഒരു എന്താ പറയുക പീഡനമായിട്ട് മാറുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഗോൾഡൻ ട്രയാങ്കിളിൻ്റെ ബോർഡാണ്. അതിൻ്റെ താഴെ കാണുന്ന മേസായി എന്ന് പറയുന്ന സ്ഥലമാണ് തായ്ലൻഡിലെ ലാസ്റ്റ് സിറ്റി. അവിടെ നമുക്ക് മ്യാൻമാറിൻ്റെ ഇത് കാണാം, ബോർഡർ കാണാം, ബോർഡർ പോസ്റ്റും കാണാം അവിടെ. ഇപ്പം നമ്മൾ തായ്ലൻഡിൻ്റെ ലാസ്റ്റ് സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കിനി 8 കിലോമീറ്ററും കൂടെ ഉള്ളൂ.
നമ്മൾ അപ്പുറത്ത് കാണുന്ന അത് ലാവോസ് എന്ന രാജ്യമാണ്. ലാവോസ് എന്ന രാജ്യത്തിൻ്റെ ഒരു ഐലൻഡാണ് നമ്മളാ കാണുന്നത്. നമ്മളിപ്പോൾ മഴയുണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റുമെന്നറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോകുന്നൊരു പതിവുണ്ട്. ഇവിടുന്ന് ഒരു ബോട്ട് കയറി കൊണ്ട് കടന്നാൽ മതി. അവിടെ പോകാൻ നമുക്ക് വിസ വേണ്ട. അതാണ് അവിടുത്തെ പ്രത്യേകത. നമ്മളങ്ങനെ ചിയാങ് റായിലെ ഗോൾഡൻ ട്രയാങ്കിളിനടുത്തെത്തി. നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. ഇത് ഇവിടുത്തെ ഒരു ബുദ്ധ പ്രതിമയാണ്. നമ്മൾ ആ റിവറിൽ എവിടെ നിന്നാലും കാണാൻ പറ്റും. ഈ റിവർ എന്ന് പറയുന്നത് മെക്കോങ് റിവറാണ്. മെക്കോങ് റിവർ ഈ ഒരു പ്രദേശത്ത് ഏറ്റവും വലിയ റിവറാണ്. എനിക്ക് തോന്നുന്നത് എത്രയോ രാജ്യങ്ങളിൽ 3-4 രാജ്യങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതെന്ന് ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാം. എന്തായാലും ചൈനയിൽ നമ്മൾ എവിടെ ചെന്നാലും ഈ മെക്കോങ് കാണും. ചൈനയിലും കംബോഡിയയിലും ഒക്കെ കാണുന്നത് മെക്കോങ് ആണ്. ബാക്കി കാര്യങ്ങൾ ഞാനൊന്ന് വണ്ടി നിർത്തിയ ശേഷം സംസാരിക്കുന്നതായിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ബോർഡർ ടൗണുകളിൽ പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് മടുത്തു പോകും. ഞാൻ ഇന്ത്യയുടെ എല്ലാ ബോർഡർ ടൗണിലും പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഭൂട്ടാനിലേക്ക് കയറുന്ന ജയ്ഗാവ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സിറ്റിയാണ്. അതുപോലെ നമ്മൾ ബംഗ്ലാദേശിലേക്ക് കയറുന്ന മേഘാലയയുടെ ബോർഡർ മഹാവൃത്തികെട്ട സ്ഥലമാണ്. പാകിസ്ഥാനിലെ വലിയ കുഴപ്പമില്ല, കാരണം അങ്ങോട്ട് ആരും കയറി ഇറങ്ങുന്നില്ല എന്നുള്ളതുകൊണ്ട് അവിടെ അത്യാവശ്യം വൃത്തികേട് കിടക്കുന്നുണ്ട്. നിങ്ങൾ നേപ്പാളിലേക്ക് കയറുന്ന ബോർഡറിലേക്ക് കയറുന്നത് അവിടെയും വൃത്തികേടാണ്. ഇതിപ്പോൾ 2-3 രാജ്യങ്ങളുടെ ബോർഡർ ടൗണാണ്. എത്ര മനോഹരമായിട്ട് ഇട്ടിരിക്കുന്നത് നോക്കിയേ. യാതൊരു തരത്തിലുള്ള വൃത്തികേടുമില്ല, വളരെ സുന്ദരമായിട്ട്. അപ്പോൾ ഇതെല്ലാം പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ മെക്കോങ് റിവറിനെ പറ്റിയാണ് പറയുന്നത്. മെക്കോങ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇവരുടെ ഒരു സാംസ്കാരിക വാഹിനി എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ പുഴയാണ്. ഈ ഗോൾഡൻ ട്രയാങ്കിൾ ഒരു കാലത്ത് വളരെ കുപ്രസിദ്ധമായിരുന്നു. ഇവിടെയാണ് വലിയ തോതിൽ കഞ്ചാവ്, ഒപ്പിയം, കറുപ്പിൻ്റെ കൃഷി നടന്നുകൊണ്ടിരുന്നത്. ഇവിടുന്ന് നേരെ ചൈനയിലേക്ക് റിവർ കൂടി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ കൺട്രോളാണെങ്കിൽ പോലും ഇതിൻ്റെ ഇടയ്ക്ക് ചില ഐലൻഡുകളിൽ ഇപ്പോഴും ഈ കറുപ്പ് കൃഷിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ പിന്നെ അതൊന്നും വലിയ സംഭവമല്ല, കാരണം ഇവിടെ ലീഗലായി. ഇവിടെ നിങ്ങൾക്ക് കഞ്ചാവൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അതിന് പറ്റിയ ഷോപ്പുകളുണ്ട്, അവിടെ ചെന്ന് വാങ്ങിക്കാൻ പറ്റും. പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്തായാലും രസമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മേസായി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മ്യാൻമാറിൻ്റെ ബോർഡറാണ്. നേരെ ഇവിടെ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് കാണുന്നത് ലാവോസാണ്. നമ്മൾ നിൽക്കുന്നത് തായ്ലൻഡിലാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരല്പം ഈ ഒരു റിവർ കൂടെ, അതായത് മേക്കോങ് റിവർ കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് ചൈനയിലെത്താം. അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു സ്ഥലമാണിത്. ആനയുടെ കാലിനിടയിൽ കൂടെ നമ്മൾ അമ്പലത്തിൽ കയറുമ്പോഴാണ് ഈ ആനയുടെ അടിയിൽ കൂടെ ഇങ്ങനെ നൂഴുന്ന എന്തോ ഒരു വഴിപാട് കേട്ടിട്ടുണ്ട്. അതുപോലത്തെ സാധനമാണ്. മലയാളീസ് ആണല്ലോ മുഴുവൻ? ശരി. ആണോ? ഞങ്ങൾ പക്ഷേ മലയാളീസ് അല്ല. ഞങ്ങൾ ഇതേ ബുദ്ധൻ്റെ പുറകുവശം. ഇത് തായ്ലൻഡിലെ അവസാനത്തെ ബുദ്ധനാണ്. ഇനി തായ്ലൻഡ് ഇല്ലല്ലോ, തീർന്നു പോയി. ഇനി മ്യാൻമാറിലേക്കാവും. ഡോണ്ട് ടേക്ക് ഓഫ് യുവർ ഷൂസ്. സാധാരണ ടേക്ക് ഓഫ് യുവർ ഷൂസ് എന്ന് എഴുതുന്നു അല്ലേ? ഡോണ്ട് ടേക്ക് ഓഫ് എന്നായി. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ കാണുന്നതാണ് ലാവോസ്. അവിടെ ചൈനക്കാർ ധാരാളം കാസിനോസൊക്കെ പണിത്, ഇതാ കാണുന്നതൊക്കെ കാസിനോസാണ്. നമ്മൾ മക്കാവിലൊക്കെ കാണുന്ന കാസിനോകളുടെ അതേ രൂപത്തിലുള്ളതൊക്കെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഈ മെക്കോങ്ങിലൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളെത്തുന്നത് ചൈനയിലെത്താം. ഈ ലെഫ്റ്റ് കാണുന്നത് മ്യാൻമാറിൻ്റെ പോർഷനാണ്. അവിടെയൊക്കെ ആയിരുന്നു പഴയ ഓപ്പിയം കൃഷി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, കറുപ്പ് കൃഷിയൊക്കെ. ഇപ്പോഴും ചില ഐലൻഡ്സിലുണ്ട് എന്ന് പറയപ്പെടുന്നു. നിരവധി രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന മെക്കോങ് റിവറാണ് നമ്മൾ കാണുന്നത്. ചില സ്ഥലത്ത് എത്തുമ്പോൾ ഇതൊരു കടൽ പോലെയാവും. ഞാനൊക്കെ പേടിച്ച് പോയിട്ടുണ്ട്. നമ്മൾ കംബോഡിയ പോയിട്ട്, കംബോഡിയയിൽ ഈ ചെറിയ തോടുകളിലൂടെ ഒരു ബോട്ട് യാത്രയുണ്ട്. അത് ധൈര്യമായിട്ട് കയറിപ്പോയി. ഇത് എന്നിട്ട് നേരെ മെക്കോങ്ങിലേക്കാണ് ചെല്ലുന്നത്. ഈ തോട് അതൊരു കടലിലേക്ക് ഇറങ്ങുന്നതല്ല, ഫുൾ തിരമാലയൊക്കെ ആയിട്ട് ഞാൻ പേടിച്ച് കൂവി അലറി ബോട്ട് തിരിപ്പിച്ച് കൊണ്ടുപോയി. ഫ്ലോട്ടിംഗ് വില്ലേജ് കാണാൻ പോയത് അവിടെ.
അപ്പോൾ നമ്മൾ 3 രാജ്യങ്ങളും ചേരുന്ന ഗോൾഡൻ ട്രയാങ്കിളിലെ ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻസിൻ്റെ ആദ്യത്തെ ഡ്രൈവിംഗ് ടൂർ എത്തി നിൽക്കുകയാണ്. മഴയുണ്ട് എങ്കിൽ പോലും വളരെ രസകരമായ ഒരു സ്ഥലമാണ്. 3 രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, 3 രാജ്യങ്ങൾ ഒരു സംഗമ ഭൂമി എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? എവിടെ നമ്മുടെ ഗൈഡ്? ഇനി നമ്മൾ വൈറ്റ് ടെമ്പിളിലേക്ക് പോവാണ്. അപ്പോൾ നടക്കാം അല്ലേ? നമുക്ക് കുട സമ്മാനിച്ച നമ്മുടെ ഹോട്ടലിൽ നന്ദി പറഞ്ഞുകൊണ്ട്, അത് നല്ല കളർഫുൾ കുടയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ലാവോസിൻ്റെ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയുള്ള ബോട്ടിൻ്റെ വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ 1500 ബാട്ട്, അതുകൊണ്ട് 3200 രൂപയോളം നമുക്ക് 45 പേർക്ക് അല്ലേ, 40 പേർക്ക് പോകാവുന്ന ബോട്ടിന്. പക്ഷെ നമ്മൾ ഇത്രയും പേരാണെങ്കിലും ആ പൈസ തന്നെ കൊടുക്കേണ്ടത്. ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം നനയും കുറച്ച്, കാരണം ഇതിന് അങ്ങനെ സൈഡൊന്നും അടച്ച ബോട്ടുകളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അകത്തേക്ക് അങ്ങനെ വെള്ളം അടിച്ച് കയറും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്, 45 പേർക്ക് കയറുന്ന ബോട്ട്. അല്ലെങ്കിൽ അതിന് പുറകെ കിടക്കുന്ന ആ ബോട്ടില്ല, ചെറിയ ബോട്ട്, അതിലാണ് സാധാരണ എല്ലാവരും പോകുന്നത്. നമ്മൾ കുറച്ചുകൂടെ വലിയ ബോട്ട് എടുത്തു, കാരണം മഴയൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ അവിടെ ഇറങ്ങാൻ വേണ്ടി ഒരു ചേച്ചി കയറിയിട്ടുണ്ട്. അവിടെ കച്ചവടമൊക്കെ നടത്തുന്ന യുവതിയാണ്. അപ്പോൾ കയറിയിട്ട് എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ശ്യാം ഉൾപ്പെടെയുള്ളവരൊക്കെ ജാക്കറ്റ് ഇട്ട് റെഡിയായി കഴിഞ്ഞു. നമ്മളത് ബുദ്ധനെ നമിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കുകയാണ്. മെക്കോങ് നദിയിലുള്ള അതിസാഹസികമായ യാത്ര. ആ കാണുന്ന മ്യാൻമാറിലെ കാസിനോ, ഈ സൈഡിൽ കാണുന്ന ലാവോസിലെ കാസിനോ എല്ലാം ചൈന ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളായതുകൊണ്ട് അവരുടെ കാശെല്ലാം ചൈന കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ കൂടെയുള്ള ഒരാളെ സ്വീകരിക്കാനായിട്ട് 4 പെൺകുട്ടികൾ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരെ വലിയ കക്ഷിയാണത്, ശിവദാസ് എന്നാണ് പേര്. ഇടയ്ക്ക് ഇടിച്ചു കയറുന്ന മറ്റൊരാൾ. ഇതെന്തിൻ്റെ പേരിലാണ് ഈ സ്വീകരണം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ മറ്റൊരു രാജ്യത്തേക്ക് കാലുകുത്താൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻ്റെ ഡ്രൈവിംഗ് ഹോളിഡേ ആണെങ്കിൽ പോലും നമ്മൾ ബോട്ടിൽ കയറി മറ്റൊരു രാജ്യത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വാഹനങ്ങളെല്ലാം തായ്ലൻഡിൽ കിടക്കുന്നു. നമ്മൾ ബോട്ട് കയറി ലാവോസിലെ ഒരു കുഞ്ഞ് ഐലൻഡ് വന്നിരിക്കുന്നു. ഇവിടം വരെ നമുക്ക് വിസയും പാസ്പോർട്ടും ഒന്നും വേണ്ട, ഇവിടെ വന്ന് കാര്യങ്ങൾ കണ്ടു പോകാം. പക്ഷേ ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, ലാവോസിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ സാധാരണ പോലെ പാസ്പോർട്ട് സ്റ്റാമ്പിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ആ 15 മിനിറ്റ് ചിലവഴിച്ചിട്ട് തിരിച്ച് നമ്മൾ തായ്ലൻഡിലേക്ക് പോവാണ്. അവിടെ ഒരു വൈറ്റ് ടെമ്പിൾ കൂടി കാണാനുണ്ട്. അപ്പോൾ ഇനി ഇവിടെ പാമ്പിനെ ഇട്ട വിസ്കി ഉണ്ട്. ഇതാ പാമ്പ് വിസ്കി കിടന്ന പാമ്പിനെയാണ് എടുത്ത് പൊക്കി വെച്ചിരിക്കുന്നത്. അതെ, വിസ്കി അടിച്ച് ഫിറ്റായി കിടക്കുകയാണ് പാമ്പ്. കോബ്രയല്ലേ? കോബ്രയാണ്. അതെ, ഫസ്റ്റ് വിസ്കി അടിക്കാൻ പോകുന്നു. ഇതാ ഓലിൻ അതാ. Cheers!
സ്നേക്ക് വിസ്കി റിയൽ സ്പെഷ്യാലിറ്റി ഓഫ് ബാൻ ഫുങ്ഹായ് ലാവോസ്. അതിപ്പോൾ കള്ളുപിടിച്ച പാമ്പുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതാണ് ശരിക്കുള്ള പാമ്പ്. ഇതെന്തിനൊക്കെയാണെന്ന് കണ്ടോ? ഇത് യൂസേജ് എന്ന് പറയുന്നത് റൊമാറ്റിസം, ലംബാഗോ, സീറ്റ് ഓഫ് ലിംസ്, ഡോസേജ് ടോയ്സ് ഡേ ഈച്ച് സ്മോൾ കപ്പ് ബിഫോർ മീൽ എന്നാണ് പറയുക കേട്ടോ. ഇത് റൊമാറ്റിസത്തിനല്ല കേട്ടോ. വാദം, പിത്തം, നമ്മൾ പണ്ട് പിന്നെ ഇവിടെ റോഡ് സൈഡിൽ നിന്ന് വിൽക്കില്ലേ, വാദം, പിത്തം, ഖമം എല്ലാത്തിനും പറ്റിയ ദിവ്യൌഷധം പാമ്പ് വിസ്കി, പാമ്പ് വിസ്കി, പാമ്പ് വിസ്കി. മറ്റൊരു കിടില സാധനം. ഇതിനെങ്ങനെയാണ് ഇതേ ഷേപ്പിൽ ഇടുന്നത് അല്ലേ? അത് കണ്ടോ? ഓ എന്തോ ഇത് തേളാണ്. തേള് അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളു ഇവിടെ കാണാൻ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ചൈനയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കുറേ സാധനങ്ങളും അതുപോലെ ബാഗുകൾ പോലുള്ള സാധനങ്ങൾ, സുവനീഴ്സ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു രാജ്യത്തുകൂടി വന്നു എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ തന്നെ തിരിച്ചു പോവുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ട് വരുമ്പോൾ ചെളി പിടിച്ചൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ ബാക്കിലെ സൈഡിലേക്ക് പോകുമ്പോഴാണ് ചൈന നിർമ്മിച്ചു കഴിഞ്ഞ കാസിനോസൊക്കെ ഉള്ളത്. അങ്ങനെ ചൈന ഇവിടുന്ന് കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലാവോസ് വിടുന്നതിൻ്റെ ഭാഗമായിട്ട് മലയാളികളായതുകൊണ്ട് ബിയർ കുടിച്ച്, അതെ എല്ലാവർക്കും ലാവോസ് ബിയറാണ്. ഇതിൻ്റെ ഗുണം വെച്ചാൽ ഇതിന് 40 രൂപയുള്ളൂ. അതായത് നമ്മുടെ 80 രൂപയുള്ളൂ. 100 രൂപ, 50 ഉണ്ടോ? 40. ഓക്കെ ഓക്കെ. ഇനി 100 രൂപ. പക്ഷേ ഇത് തന്നെ തായ്ലൻഡിൽ ചെല്ലുമ്പോൾ എത്രയാവും? 70-80 ബാട്ടൊക്കെ ആവും. അപ്പോൾ യെസ്. മഞ്ഞ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങൾ മക്കാവു പോയിട്ടുണ്ടെങ്കിൽ മക്കാവിലെ വിൻ കാസിനോയുടെയൊക്കെ അതേ രൂപത്തിൽ പണിതിരിക്കുന്നതാണ്. വെനീഷ്യൻ മക്കാവു, അതുപോലെ വിൻ കാസിനോ, അതിൻ്റെ എല്ലാം അതേ രൂപം. അതേ ചൈനീസ് കമ്പനികളൊക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാസിനോസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതേ രൂപത്തിൽ പണിതിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളിവിടെ നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബൈജോട്ടനുണ്ട് അവിടെ. എന്തിന്? അതാണ് ഇപ്പോൾ കാണുന്നത്. 200 രൂപയാണ്. നമ്മൾ നിന്ന വഴി പെട്ടെന്ന് എടുത്തിട്ട് പോയതാണ് ഫോട്ടോ. ഇപ്പോൾ അതെല്ലാം കൂടി ഫ്രെയിമാക്കി. ഇത്തരം ഫ്രെയിമുകളൊരു പ്രശ്നം ചെയ്ത് പെട്ടെന്ന് മാഞ്ഞു പോകും. ഇവരുടെ ഈ നല്ല ക്വാളിറ്റി സാധനമൊന്നുമല്ല, അതുകൊണ്ട് പെട്ടെന്ന് മാഞ്ഞു പോകും. എങ്കിലും കുറച്ച് കാലത്തേക്കൊക്കെ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചിയാങ് റായിലെ വൈറ്റ് ടെമ്പിൾ. ഇത് സത്യത്തിൽ ഇവിടെ പണ്ടൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ ടെമ്പിൾ വളരെ നാശോന്മുഖമായ അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ഒരു ശില്പി ഇത് പുതുക്കി പണിയാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 40
മില്യൺ തായ് ബാട്ട് ചിലവാക്കി അദ്ദേഹം ഇത് പുതുക്കി പണിയുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സംഭാവനകൾ കൊണ്ടൊക്കെയാണ് ഇവിടെ ഓടുന്നത്. ഇതൊരു പോഴ്സലിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ ശില്പമായിട്ട് കാണുന്നില്ല വൈറ്റ് പോഴ്സലിനാണ്. ലോകത്ത് ഒരു സ്ഥലത്തും കാണാൻ പറ്റാത്ത അത്രയും വ്യത്യസ്തമായ ഒരു അമ്പലം എന്നാണ് പറയുന്നത്. കൂടുതലായിട്ട് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ട് തീരുമാനിക്കുക. ഇതെല്ലാം പേടിയാകുന്നു, പണ്ട് മരിച്ചവരുടെയൊക്കെ പോലുള്ള കൈകൾ. ഒരു പ്രത്യേകതര ഒരു അമ്പലം അത്. ഞാൻ കഴിഞ്ഞ തവണ വരുമ്പോൾ ഇവിടെ ഇതിനകത്ത് സൂപ്പർമാൻ സ്പൈഡർമാനൊക്കെ പ്രതിഷ്ഠയായിരുന്നു. ബുദ്ധനെ ഒന്നും അല്ല കണ്ടത്. കണ്ടൊക്കെ നീരാളി, ഇതൊക്കെ പോഴ്സലിനാണ്. വല്ലാത്ത സംഭവമാണ് ഈ അമ്പലം. ഇതൊക്കെ കണ്ടോ, എന്തൊരു ഇത്ര മഴ പെയ്യുന്ന സ്ഥലമായിട്ട് പോലും ഇതൊക്കെ എന്ത് വൈറ്റായിട്ടിരിക്കുന്നതാണ്. ഒരു പ്രത്യേകതരം എന്താ പറയുക, ഉദ്യാനത്തിൽ കൂടെ നടക്കുന്ന പോലെയൊക്കെ തോന്നും അല്ലേ. വെർട്ടിക്കൽ ഫൗണ്ടൻ എന്നൊക്കെ പറയുന്ന സ്ഥലം പോലെ. പക്ഷേ നമ്മുടെ കൂടെയുള്ള ആർക്കും എത്തിച്ചേരാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോന്നു, 5 മണിക്ക് ഇത് അടയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച 5 മണിക്ക് ഇവിടെ ടിക്കറ്റ് എടുത്താൽ മതിയെന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇവർ 5 മണിക്ക് അടയ്ക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് മാത്രമേ പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആ ലാവോസിലെ ദ്വീപിൽ പോയിട്ട് നമ്മൾ പിന്നെ ഒന്ന് മൊത്തം ലേറ്റായി. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ റൈറ്റ് സൈഡിലൊക്കെ വേറെ ഗോപുരങ്ങളും സെയിം ആർക്കിടെക്ചർ രീതിയിൽ നമുക്ക് കാണാം. ഇതിവിടെ നിന്ന് അങ്ങോട്ട് ഇനി പ്രവേശനമില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാം. നമ്മൾ ആദ്യകാലത്ത് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഗോൾഡൻ സാധനമൊക്കെ നമ്മൾ വിചാരിച്ചത് എന്തോ അമ്പലമാണ്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇത് ഒരു കക്കൂസാണ് എന്നുള്ള കാര്യം. ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് ഇത്ര മനോഹരമായിട്ട് ഈ ഗോൾഡൻ നിറത്തിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലേ, ഇത് നല്ല രസമല്ലേ. ഇതിൻ്റെ അടിയിലൊക്കെ സാധനങ്ങൾ തൂങ്ങിക്കിടപ്പുണ്ട്, മണി പോലത്തെ സാധനങ്ങൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. കണ്ടോ, അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര രസകരമായ ഒരു അമ്പലമാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് സമയത്താണ് നമ്മൾ വന്നത്. 5 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. 4:45 നമ്മൾ അകത്ത് കയറി. കൃത്യം 4:50 തൊട്ട് അവർ വിളിച്ച് പറയാൻ തുടങ്ങി, ഇനി ആരും അകത്ത് നിൽക്കാൻ പാടില്ല, പോകണമെന്ന്. കാരണം ഇത് ഒരു പ്രൈവറ്റ് ടെമ്പിളാണ്. തന്നെയല്ല, ഇതിൻ്റെ ഓണറിനെ പറ്റി ഇപ്പോൾ നമ്മുടെ ഗൈഡ് പോള് പറയായിരുന്നു, അയാളുണ്ടെങ്കിൽ ചീത്ത വിളിച്ച് ഓടിക്കുമെന്ന്. അയാൾ ഒരു മയോ ഇല്ലാത്തവരോ, ഭയങ്കര അറഗൻ്റായിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെയുള്ള അറഗൻ്റായ ഒരു മനുഷ്യൻ അങ്ങനെ ഇത്ര കലാഹൃദയം വന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ അതിശയിപ്പിക്കുന്നൊരു കാര്യം. അയാളാണെങ്കിൽ ഇപ്പോൾ ചാടിച്ചിറക്കി വിട്ടാനെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ പൈസ കൊടുത്തില്ല കാണുന്നത്, അതൊന്നും അയാൾക്കൊരു വിഷയമല്ല. ഹീസ് വെരി അറഗൻ്റ് എന്നാണ് പോള് പറഞ്ഞത്. എന്തായാലും ചെയ്ത് വച്ചിരിക്കുന്ന സാധനമാണ്. അറഗൻ്റാണെങ്കിലും അല്ലെങ്കിലും അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. ദ ഹെറിറ്റേജ് ചിയാങ് റായ്. റൈറ്റ്, സീ യു ദേർ.